സംഗീത ജീവിതം ഉമ്പലും കഞ്ഞിയുമായി എവിടെ പോയാലും അപരാധമായി. ഇന്ന് രാവിലെ എഴുന്നേറ്റത് മാത്രമേ നമ്മുടെ സംഗീ കുഞ്ഞുങ്ങൾക്ക് ഓർമ്മയുള്ളൂ. രാവിലെ എഴുന്നേറ്റ സമയം മുതൽ ഇടിയും പിടിയും പിടിയും തന്നെയാണ്. അതായത് ഇടി വെട്ടിവരെ പാമ്പ് പിടിക്കുന്നതൊക്കെ പറഞ്ഞ പോലെ പിന്നെ സംഗീത അവസ്ഥ. രാവിലെ നെറ്റ് എഴുന്നേറ്റ് തന്നെ സൊഹ്റാൻ മംദാനി ജിഹാദി നമ്മുടെ ന്യൂയോർക്കിന്റെ മേയറായിട്ട് തെരഞ്ഞെടുത്തു. അത് കേട്ടപ്പോൾ തന്നെ കുരുപൊട്ടി ഒലിച്ചൊലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉച്ച കഴിഞ്ഞപ്പം നമ്മുടെ ഒട്ടകം ഗോപാൽജി അടക്കം എയറിലോട്ട് കയറി സകല സംഗീതങ്ങളും എയറിലോട്ട് കയറുന്ന രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ് ഇതുകൂടെ കണ്ട് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ മോദിജി അങ്ങ് ബ്രസീലിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ബ്രസീലിയൻ മോഡലിംഗ് കൂടെ കണ്ട് കണ്ണ് തള്ളി കിടന്ന് എന്താ പറയാ ഇട്ട അപ്പീൽ ഉരുണ്ടോണ്ടിരിക്കുന്ന സംഘികളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ കൂടെ കഴിഞ്ഞപ്പോഴാണ് വേറെ വെർജീനിയയിലെ ഗവർണർ ഇലക്ഷനിൽ അതും കിടക്കുന്നത് ഒരു ജിഹാദി മുസ്ലിമിന്. അവളെ പേരെന്തായിരുന്നു? ഗസല എഫ് ആഷ്മി. എന്റെ തമ്പുരാൻ എങ്ങനെ സഹിക്കും നമ്മളിതൊക്കെ? ഒക്കെ ജിഹാദികൾ, അമേരിക്ക മൊത്തം ജിഹാദികളുടെ കയ്യിലോട്ടാവുകയാണ്. ഇനി എങ്ങനെ അവിടുത്തെ നമ്മുടെ സംഘി കുഞ്ഞുങ്ങൾ അമേരിക്കയിൽ ജീവിക്കും എന്ന് വരെ ചിന്തിക്കുമ്പോൾ ഞാൻ മറ്റൊരു പോസ്റ്റ് കണ്ടിട്ടോ. സൊഹ്റാൻ മംദാനി ജയിക്കാൻ കാരണം മോദിയാണ്. ഞാൻ ഞെട്ടിത്തെരിച്ച പോസ്റ്റൊക്കെ നോക്കിയിരുന്നു. അപ്പോഴാണ് പറഞ്ഞത്, അതായത് ട്രംപിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി മോദിജിയുടെ കളിയാണെന്നാണ് പറഞ്ഞത്. എൻ്റെ അമ്മയെ, മോദിജി മൊത്തം കളിയല്ലേ? ഇത് ഇന്ത്യയിലെ കളികൾ അന്ന് കണ്ടത് അല്ലേ? നമ്മൾ രാഹുൽ ഗാന്ധി മോദിജി കട്ട വോട്ടിന്റെ കണക്കിന്റെ കളികളായിരുന്നു ഇന്ന് നമ്മൾ മൊത്തം കണ്ടത്. മൊത്തത്തിൽ കളിയോട് കളി. അതിൽ എന്തൊക്കെ കളികളാണ് മക്കളെ വരുന്നത്? നിങ്ങൾ കണ്ടിരുന്ന കളി, അതായത് എന്താണ്, മീനു, പിങ്കു, ഐശ്വര്യ, ചിങ്കു, മങ്കു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പേരകിട്ട് കൊടുക്കല്ലേ. സ്വീറ്റി, സരസ്വതി, രശ്മി, വിംല. ഒരു സ്ഥലത്തല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ബൂത്തുകളിലും അല്ലെങ്കിൽ മണ്ഡലങ്ങളിലും ഒരൊറ്റ മോഡലിനെ വെച്ചല്ലേ ഇവന്മാരുടെ കളികളൊക്കെ. വല്ലാത്ത ജാതികൾ എന്നിട്ട് എന്താ ഇവന്മാരോടൊക്കെ പറയാം. എന്നിട്ട് അതിന് ക്യാപ്സ്യൂളായിട്ട് നമ്മുടെ സംഘപ്പണിക്ക് ക്യാപ്സ്യൂളായിട്ട് ഇറങ്ങി കിട്ടും. വമ്പം ക്യാപ്സ്യൂളാ. എൻ്റെ ഉളുപ്പില്ലാത്ത ഊളെ നീ പറഞ്ഞു പറ്റിക്കുന്ന സംഘികളുടെ അവസ്ഥ, എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. എൻ്റെ പൊന്നാരെ, നിനക്കൊക്കെ ഒരു ഈ നാട്ടിലെ ആളുകൾ മൊത്തം സമ്മതിച്ച് ഈവൻ ഇത് കേട്ട് ചന്തി പുള്ളി റിജ് വരെ വന്നിട്ട് ആമ്പടം പറഞ്ഞ കളി കളിച്ചത് അല്ലേ? അതായത് പത്രസമ്മേളനത്തിന് മുമ്പിൽ വന്നിട്ട് ഗോപാലന്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തപ്പോൾ ഇതൊക്കെ ക്രിയേറ്റഡ് അല്ലേ, ദർ ഇസ് നോ ക്രെഡിബിലിറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഞെട്ടി, നമ്മളത് പണ്ടേ കണ്ടാവുള്ളൂ. അപ്പോൾ ഇമ്മാതിരി ഊള വന്നിട്ട് അവിടെ കേന്ദ്രത്തിൽ തകർക്കുന്നു. കേരളത്തിൽ നിഷ്പക്ഷ സംഘി വാണ പണിക്കര് വന്നിട്ട് നല്ല നല്ല ദാസനം നക്കി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. വേറെ വല്ല പണിക്കും പോടാ, എന്തെങ്കിലും സംഖ്യയാണെന്ന് വിചാരിച്ചിട്ട് ഉള്ളിലെ കാവി കളസം ഇങ്ങനെ പൊളിച്ച് കാണിച്ചു തരാം. എൻ്റെ കളസം കണ്ടില്ല, ഞാൻ സംഖ്യയാണ്, ഞാൻ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും സംഖ്യനെ തേച്ച് വെളുപ്പിച്ച് മിനുക്കി പുതപ്പിച്ച് കിടത്തും എന്നുള്ള അവസ്ഥയിലോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്. എന്താണെങ്കിലും നമ്മുടെ വിശ്വഗുരു, വെറുതെ പറയുന്നൊന്നുമല്ല കേട്ടോ, വിശ്വഗുരു അങ്ങ് ബ്രസീലിൽ നിന്ന് വരെ ഇവിടെ ആളിറക്കിയത്. ഞാൻ ചുമ്മാ നിങ്ങളെന്താ തമാശ കളിക്കുകയാണോ? ബ്രസീലിൽ നിന്ന് വരെ ആളിറക്കിയത്. പണ്ട് മഹാദേവപുരത്തിലും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, മറ്റേ സ്ഥലത്തിൻ്റെ പേരെന്താ, ഇപ്പോൾ ഈ കർണാടകയിലെ മറ്റേ സ്ഥലത്തൊക്കെ നമ്മൾ അപ്പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്നും അവിടെ നിന്നും ഇവിടുന്നും ഒക്കെ ഒരു റൂമിൽ 80 ആളെയും അല്ലെങ്കിൽ ഒരു റൂമിൽ 350 ആളെയും കൊണ്ട് നിറച്ചിട്ടുണ്ടെങ്കിൽ ഹരിയാനയിലെ കളി വേറെ മക്കളെ, ഇന്റർനാഷണൽ കളിയാണ്, വിശ്വകളികളാണ്. നമ്മൾ ബ്രസീലിൽ നിന്ന് വരെ ആളിറക്കിയിട്ടാണ് വോട്ട് ചെയ്യിപ്പിച്ച്. എന്താ കളിയോട് കളി. मन को इतना संतोष होता है. അപ്പൊ നമുക്ക് കാര്യത്തിലോട് കിടക്കാം. അപ്പൊ ഇന്ന് രാവിലെ തന്നെ നമ്മൾ കാണുന്നത് എന്താണ്? സൊഹ്റാൻ മംദാനി ന്യൂയോർക്കിന്റെ മേയറായിട്ട് എലക്ട് ചെയ്തു എന്നുള്ളത് അല്ലേ? ഇത് കണ്ട് ഞെട്ടിത്തെരിച്ചത് മാത്രമല്ല, സൊഹ്റാൻ മംദാനി അങ്ങ് സ്റ്റേജിലോട്ട് വന്നിട്ട് 4 ഡയലോഗ് അടിച്ച് എൻ്റെ പൊന്നു തമ്പുരാനേ. ഞാൻ വിചാരിച്ചു നമ്മുടെ മോദിജിക്കൊക്കെ 4 പ്രൈസ്തലോട് പറയുന്നു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞെന്താണെന്നറിയോ? സൊഹ്റാൻ എന്ന് പറഞ്ഞത് നെഹ്റുവിന്റെ വാക്കുകൾ എടുത്തിട്ടായിരുന്നു സൊഹ്റാന്റെ പ്രസംഗത്തിന്റെ തുടക്കം. കേട്ടു നോക്കാം. Standing before you, I think of the words of Jawaharlal Nehru. A moment comes but rarely in history when we step out from the old to the new, when an age ends and when the soul of a nation long suppressed finds utterance. Tonight we have stepped out from the old into the new. ഇതങ്ങോട്ട് കേട്ടപ്പം അങ്ങോട്ട് പൊട്ടി നമ്മുടെ മോദിക്കൊക്കെ. മോദിയൊക്കെ നായിക്ക് 40 വട്ടം വന്നിട്ട് ഓരോ സ്റ്റേജിലും അവിടെയും ഇവിടെ കിടന്ന് ചിലക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നെഹ്റു ഉള്ളത് കൊണ്ട് നമ്മൾ ഇതായി കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇന്ത്യ മൂന്തി കിട്ടി അങ്ങ് മേലെത്തി എന്നാണ് പറയുന്നത്. നെഹ്റു ഉള്ളത് കൊണ്ടൊക്കെ എന്തായി എന്നുള്ളതേ ലോകത്തുള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് ബോധവും വിവരമുണ്ട്. ഏത് വട്ടം നെഹ്റുവിനെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന അല്ലെങ്കിൽ വൃത്തികെട്ട വർത്താനം പറഞ്ഞിട്ട് ജീവിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും അതിന് മൂട് താങ്ങി നടക്കുന്ന മറ്റൊരു അമിട്ടും. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഇതേ നെഹ്റുവിനെ പറ്റിയാണ് സൊഹ്റാൻ മംദാനി പറഞ്ഞത്. അതായത് ഒന്നുമില്ലാത്തോടത്ത് അതല്ലെങ്കിൽ ഒരു പഴയതെന്ന് പുതിയതിലോട്ടുള്ള തുടക്കം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നെഹ്റു പറഞ്ഞ വാക്കുകൾ ന്യൂയോർക്കിൻ്റെ പഴയ അവസ്ഥയിൽ നിന്ന് മാറി ന്യൂയോർക്കിനെ ഒരു പുതിയ ന്യൂയോർക്കിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്രസംഗമായിരുന്നു. എന്ത് രസമായിരുന്നു. ആ പ്രസംഗത്തിൻ്റെ ബാക്കി കാര്യങ്ങളുണ്ട്. അതായത് എമിഗ്രൻസ് ഉള്ളത് കൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു സിറ്റി, എമിഗ്രൻസാൽ ഇപ്പോഴും മുന്നോട്ട് പോകുന്ന സിറ്റി, അതേ എമിഗ്രൻസാൽ ഒരു എമിഗ്രൻറ്റ് തെരഞ്ഞെടുത്തിട്ട് അവിടുത്തെ മേയറായിട്ടുള്ള സിറ്റിയാണ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് പറയുന്നുണ്ട്. കിടിലൻ. New York will remain a
city of immigrants, a city built by immigrants, powered by immigrants, and as of tonight, led by an immigrant. എന്താണെങ്കിലും ഇത് കേട്ട ട്രംപിന്റെ എല്ലാ കിളികളും 4 ഭാഗത്തോട്ട് പറന്നു പോയിട്ടുണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല. നിങ്ങൾക്ക് സംശയമുണ്ട്, എനിക്ക് അതിൽ സംശയമില്ല. ഏതാണെങ്കിലും നമ്മൾ തുടക്കം പറഞ്ഞ പോലെ ഇതിൽ നിന്ന് അങ്ങ് തുടങ്ങിയതായിരുന്നു ഇന്നത്തെ ദിവസം. നമ്മുടെ സംഘികൾ, അതായത് US തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ കുറച്ച് ആൾക്കാരും മാത്രമായിരുന്നു ഈ ഒരു ഉറക്കമില്ലാത്ത രാത്രികൾ. അതിന്റെ കൂട്ടത്തിൽ ഈ മംദാനി ജയിച്ചതോടുകൂടി നമ്മുടെ നാട്ടിലെ സംഘികൾക്കും ഉറക്കമില്ലാത്ത നാളുകളായിട്ട്. എന്ത് കണ്ടിട്ടാണോ സംഘികൾ ഈ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ? ഒന്നുമില്ല, മുസ്ലിം വിരോധം, ഇസ്ലാമോഫോബിയ. ഈ ഒരു സാധനം കയ്യിൽ വെച്ച് ഇവന്മാർ ഈ ചെറ്റകൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇത് മാത്രമായിരിക്കും. അതിൻ്റെ ബാക്കിയാണ് ഈ പറഞ്ഞ വോട്ട് ചോരി, വോട്ട് കട്ട്. ഇവന്മാർ ഓരോ രാജ്യം അല്ല ഓരോ സംസ്ഥാനങ്ങൾ ഭരിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ കാണിക്കുന്ന തേർഡ് റേറ്റ് ചെറ്റത്തരമാണ് നമ്മൾ ഇന്ന് രാഹുൽ ഗാന്ധി പുറത്തോട്ട് വിട്ട് നമ്മുടെ മുമ്പിലോട്ട് വിട്ട് തന്നത്. ഓരോ സ്ഥലങ്ങളിൽ ഓരോ റൂമുകളിൽ 80, 100, 90 അല്ലെങ്കിൽ 100 കണക്കിൽ ആളുകൾ ഓരോ റൂമിൽ കൊണ്ട് പാർപ്പിച്ച കണക്കും കാണിച്ചിട്ട് വന്ന സമയത്ത് നമ്മളൊക്കെ അന്തം വിട്ടു നിന്ന് ഇതിനുള്ള വല്ല മറുപടി ഉണ്ടോ എന്ന് കണ്ടപ്പം ഇവനെ പോലത്തെ ഊളകൾ വന്ന് മെസ്സേജ് അല്ലെങ്കിൽ വീഡിയോ ഇട്ടത് കണ്ടു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിച്ചു പോകും. അതെങ്ങനെയാണ് 200 സ്ഥലത്ത് പേരുള്ള ഒരാൾ എങ്ങനെയാണ് 200 സ്ഥലത്ത് വോട്ട് ചെയ്യുക? അതെങ്ങനെ സാധ്യമാകും? എടാ മരമണ്ട ഊളെ, ഒരാളല്ല വോട്ട് ചെയ്തത് പച്ചക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം. അവിടുത്തെ ബൂത്തിലിരിക്കുന്ന ബൂത്ത് ഏജന്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബൂത്ത് ഏജന്റിന് ഒരു തേങ്ങയും ചെയ്യാൻ പറ്റില്ല. കേരളത്തിന്റെ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾ കുറവായി, സ്പെഷ്യലി സൗത്ത് ഇന്ത്യയിലോട്ട് വന്ന് ഈ നമ്മുടെ നാട്ടിലോട്ടൊക്കെ വോട്ട് ചെയ്യാൻ ഞാനിപ്പോൾ അവിടെ വോട്ട് ചെയ്ത് ഞാൻ വേറെ ഒരുത്തൻ്റെ പേരിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അവിടെ പിടിക്കും. നാട്ടുകാർക്ക് അറിയാം നമ്മൾ ആരാണ്, എന്താണ്, എവിടുന്നാണെന്ന് അറിയാം. ഈ അവസ്ഥ അല്ല നമ്മുടെ നോർത്ത് ഇന്ത്യയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ലത് പച്ചവെള്ളം പോലെ അറിയാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആളുകൾക്ക് പരസ്പരം തിരിച്ചറിയാൻ കഴിയും. ഈ നോർത്ത് ഇന്ത്യയിലും അവിടെ ഇവിടെ പോയി കഴിഞ്ഞാൽ അത് ഒട്ടും സാധിക്കില്ല. BJP അത്രയും ഹോൾഡ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കോമൺ ആയിട്ട് കോൺഗ്രസിന് വോട്ട് കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് പരസ്പരം അറിയ പോലുമില്ല. അവിടെ ചെന്നിട്ട് നീയൊക്കെ ഒരു വട്ടം പോകുമ്പോൾ നീ മീശ വടിച്ചു പോകും, ഒരു വട്ടം പോകുമ്പോൾ നീ മീശ വെച്ച് പോകും, ഒരു വട്ടം നീ തലമുടി വെച്ച് പോകും, ഒരു വട്ടം നീ തല വടിച്ചു പോകും. അവിടുത്തെ ആൾക്കാർ ആരൊക്കെ താമസിക്കുന്ന അറിയാത്തൊരു സ്ഥലമാണത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടെ ഒരു 200 എണ്ണം അങ്ങ് UP നിന്നും അങ്ങ് ബ്രസീലിൽ നിന്നും അങ്ങ് അർജന്റീനയിൽ നിന്നും ആളുകൾ ഇറക്കി നിങ്ങൾ വോട്ട് ചെയ്യിച്ചാൽ പോലും ഈ പറഞ്ഞ ബൂത്ത് ഏജന്റുമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. അതിന് നീ പറഞ്ഞ പോലെ ഒരു മണ്ഡലത്തിലും ഒരു ബൂത്തിലും കുത്തിരുന്നിട്ടല്ല ഇവനൊക്കെ ഉണ്ടാക്കുന്നത്. സെൻട്രലൈസ്ഡ് ആയിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സെൻട്രലൈസ്ഡ് ആയിട്ട് ഇതുപോലത്തെ മോഡൽസിന്റെ ഫോട്ടോ വെച്ചിട്ട് ബ്ലേഡ് ഫോട്ടോ വെച്ചിട്ട് നീയൊക്കെ കൂടെ ഒല്ലത്തലുണ്ടല്ലോ. നാണുണ്ടോ ഇച്ചിരിയെങ്കിലും നിനക്കൊക്കെ ഇതിനൊക്കെ വന്ന് ന്യായീകരിക്കാൻ? പച്ചക്ക് മുമ്പിൽ തെളിവും കാര്യങ്ങളും കാണിച്ചിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് വന്ന് ന്യായീകരിക്കാൻ നിനക്ക് ഒരു ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ? നിനക്ക് തൊട്ട് തേമ്പിട്ടുണ്ടോ നിന്റെ ഉളുപ്പ്? കഷ്ടം. ഏതാണെങ്കിലും ഇന്ന് രാവിലെ മുതൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് ഈ 2 കാര്യങ്ങളിൽ ഈ 2-3 കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ സംഘപരിവാണങ്ങളുടെ ഉറക്കം പറയും പോയൊരവസ്ഥയിലാണ് ഇവന്മാരിപ്പം ഈ ഒരു അവസ്ഥയിൽ ഇവന്മാർ നിൽക്കുന്നത്. കാണാം മെഴുകുന്നത് പല നേതാക്കന്മാരായിട്ട് സംഘപരിവാണ നേതാക്കന്മാർ പലരും ഇതുപോലെ വന്ന് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ മലൻ ചാനലിലും അല്ലെങ്കിൽ മലനാടനിലും അല്ലെങ്കിൽ അങ്ങനത്തെ ചില ചാനലുകൾ ഉണ്ടല്ലോ അല്ലേ, അങ്ങനത്തെ പല ചാനലുകൾ വന്നിട്ട് മെഴുകുന്നത് കാണാം. കാരണം പെട്ടെന്നൊന്നും ചാടി വന്നിട്ടില്ല, പ്രിപ്പയർ ചെയ്യുക, ക്യാപ്സ്യൂൾ ഉരുട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ അതെല്ലാം കൂടെ വായിലിട്ട് വന്ന് ഇതുവരെ മിണ്ടാൻ വന്നിട്ടില്ല. മിണ്ടി ഒരുത്തനായിരുന്നു റിജു, അവൻ്റെ അണ്ണാക്കിൽ കിട്ടിയിട്ടുണ്ട്. പറഞ്ഞതെല്ലാം ശുദ്ധ മണ്ടത്തരമാണെന്നുള്ളത് ആൾക്കാർ തിരിച്ചറിഞ്ഞതുകൊണ്ട് അണ്ണാക്ക് കിട്ടി പിരിവെട്ടി പോയി കിടക്കുന്നുണ്ട്. ഇനി സകലതും പുറത്തോട്ട് ചാടും. വെയിറ്റ് ചെയ്യും, നമുക്ക് കാണാം. ഇന്ന് രാത്രി പല വീഡിയോസും വരുന്നു ഈ കോമരങ്ങളുടെ.